എൻ്റെ പൊന്നേ, ഒരു കണ്ടന്റ് എന്ന് പറയണില്ല കേട്ടോ, ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ഈ ടാസ്കുകളല്ലാണ്ട് ഉറങ്ങി മനുഷ്യൻ ടാസ്കിൻ്റെ ഇടയിൽ ഞാൻ ഉറങ്ങി ഞാൻ വീഴുന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമില്ല, ഒന്നും ഞാൻ പൂജ്യം എന്ന് പറഞ്ഞാൽ പൂജ്യം കണ്ടന്റുകൾ. വഴക്കുണ്ടാക്കാനല്ല പറയണേ, എന്തെങ്കിലും ഒന്നുമില്ല. ഇപ്പൊ ചാഞ്ചാട്ടൻ ടാസ്ക് നടന്നു, ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 4. ജിൻഡോ ജയിച്ചു, അഭിഷേക് സെക്കൻഡ്, ജാസ്മിൻ തേർഡ്. ഇനി അത് കഴിഞ്ഞ് പിന്നെയും ബാക്ക് ടു നോർമൽ. ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, പാട്ട് പാടുന്നു, ഡാൻസ് കളിക്കുന്നു, സിനിമാ വിശേഷങ്ങൾ പറയുന്നു. അത് കഴിഞ്ഞ് അടുത്ത ടാസ്ക്. അത് കഴിഞ്ഞ് പിന്നെയും ഉറങ്ങുന്നു, ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, സിനിമാ വിശേഷങ്ങൾ. അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ബ്ലാ 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 ബ്ലാ. സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറഞ്ഞ് ബിഗ് ബോസ് കുറച്ച് എന്താണ് വാണിംഗ് കൊടുത്തു. എത്ര പ്രാവശ്യമായിട്ട് പറയുന്നു സോഷ്യൽ മീഡിയയിലെ കാര്യങ്ങൾ പറയരുതെന്ന്. വേറെ ഒന്നുമില്ല. ഇരട്ടപ്പേരിടുന്നു, ഇരട്ടപ്പേരിടുന്നു, എന്താണ് പുറത്തെ സിനിമയുടെ കഥകൾ പറയുന്നു. ഇത്രയും കഴിഞ്ഞു. ചിരിക്കുന്നു, കളിക്കുന്നു, കഴിഞ്ഞു. ഇനി ഇത് എത്ര ദിവസം കാണേണ്ടി വരും? വേഗം പഴയ കണ്ടസ്റ്റൻസിനെ ഒന്ന് കയറ്റി വിടുവോ? അപ്പോൾ എനിക്ക് അവരെ ഒന്ന് കാണണം, എനിക്ക് അവരെ കാണണം, എനിക്ക് കണ്ണ് നിറഞ്ഞ് കാണണം. എനിക്ക് വയ്യ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്, എനിക്ക് വയ്യ. മണി ബാഗും ഇതുപോലെ കുളമാക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ്. അയ്യോ, ഹൊറിബിൾ എക്സ്പീരിയൻസ് കേട്ടോ. ടോപ്പ് 10 ഹൊറിബിൾ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. രാവിലെ തൊട്ട് ഞാൻ തപ്പയാണ്, എന്തെങ്കിലും പറഞ്ഞ് വെറുതെ വീഡിയോ ഇടാൻ പറ്റൂടാ? എന്തെങ്കിലും വേണ്ടേ? നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ടാസ്ക് വരുന്നവർ ബിഗ് ബോസെ ഒരു 10 മണിക്ക് ടാസ്ക് തുടങ്ങും. ബിഗ് ബോസെ വയ്യോ, 1 മണി, അയ്യോ 2 മണിയായി. 2 മണിയായ എപ്പോഴെത്ര മണിയായി? സോറി 12:45. സമയം പോലും അറിയണില്ല. 1 മണിയാവാൻ പോണ്. ചാഞ്ചാട്ടൻ ടാസ്ക് കേട്ടാ, 4ാമത്തെ ടാസ്ക്. ഒന്നുമില്ലെന്നല്ല, ഇച്ചിരി ടഫാണ്, കുറച്ച് കോൺസെൻട്രേഷൻ ഒക്കെ വേണം. എന്നാലും അടിപൊളിയായിട്ട് കളിച്ചു. കുറേ ആൾക്കാർ ഇന്ന് പുതുതായിട്ട് കളിച്ചു. മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇന്ന് മറ്റുള്ളവർക്ക് എങ്ങനെ പ്രചോദനം കൊടുക്കാം എന്നൊക്കെ ആയിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ടേ, ഈ ടാസ്ക് ലെറ്റർ വായിക്കുമ്പോൾ ആദ്യം നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ കുറച്ച് പേര് മനസ്സിലായെന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്ന് നിന്നിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു വരും. അവർക്ക് തന്നെ ആദ്യം കളിച്ചുകൂടെ? എന്തിനാ ഈ നോറ അർജുനെ ആദ്യം വിടുന്നത്? അർജുൻ ടിക്കറ്റ് ഫിനാലെ വിട്ട് കേട്ടാ. അർജുൻ, ഋഷി അവരൊക്കെ വിട്ട്. എനിക്ക് തോന്നി അത് മനസ്സുകൊണ്ട് അവർ വിട്ട്. അപ്പം എന്തിനാണ് അർജുൻ ഒരു ബലിയാടാക്കി വിടുന്നത്? നോറ വേറെ എന്തൊക്കെയോ ഗൂഢപദ്ധതികളുണ്ടായത്. ആദ്യം വന്ന് നിന്നാൽ ആൾക്കാരെ ശ്രദ്ധിക്കും, ആൾക്കാർ കുറച്ച് 10 വർത്താനം പറയും. കണ്ടില്ലേ ആ കുട്ടി ആദ്യം വന്ന് നിന്ന് കളിക്കുന്നത്? എന്തായാലും കിട്ടാൻ പോണില്ല, ഇതെങ്കിലും കിട്ടട്ടെ. ടിക്കറ്റ് ഫിനാലെ ഒരാൾക്കേ കിട്ടുകയുള്ളൂ. ഇതൊക്കെ കളിച്ച് പിന്നെ ടിക്കറ്റ് ഫിനാലൊന്നും ആവാൻ പോണില്ല. അപ്പം അതുകൊണ്ട് ആദ്യം കളിച്ചിട്ട് ഉള്ള മാർക്ക് നേടി പോകാമെന്നാണ് നോറ വിചാരിക്കുന്നത്. അപ്പോൾ അർജുനും നോറയും അപ്പോൾ ഈ ടാസ്ക് ചാഞ്ചാട്ടൻ ടാസ്ക്കാണ്. ഒരു ഭയങ്കര തൊട്ടിൽ പോലത്തെ സാധനമുണ്ട്, അതിലൊരു കയർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് എന്നിട്ട് 2 ഘട്ടമുണ്ട്. കുറച്ച് നീങ്ങിയിട്ട് 4 ഘട്ടം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേ ബാക്കിൽ പിന്നെയും 4 ഘട്ടം. ഈ കയറിൽ പിടിച്ച് വേണം, കയറിലാണ് ഈ സാധനം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ഈ തൊട്ടിൻ്റെ നടുക്കൊരു ലൈനുണ്ട്, ആ ലൈനിൽ വേണം ഈ കട്ട ഇങ്ങനെ വെക്കാൻ. പക്ഷേ ഈ കയറൊന്ന് ചരിഞ്ഞാൽ ഈ തൊട്ടിൽ ഇങ്ങനെ അങ്ങ് വീഴും. ആ രീതിയിലാണ് ഇതാക്കിയിരിക്കണം. അപ്പോൾ പതുക്കെ കയറ് പിടിച്ച് ബാലൻസ് ചെയ്ത് ആ വരയിൽ പോയി നിന്ന് ആ കട്ട എടുത്തിട്ട് ഇങ്ങനെ വെക്കണം. ആ കട്ട അതിൽ തന്നെ വീണ് പോയാൽ നമുക്കെടുത്ത് വെക്കാം, പക്ഷെ തിരിച്ചു കൊണ്ട് വെച്ചിട്ട് വേണം വെക്കാൻ. തറയെ വീണ് പോയാൽ പിന്നെയും അത് ഔട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഇറങ്ങിയത് അർജുനും നോറയാണ്. ആ ധൈര്യം സമ്മതിച്ചു കൊടുക്കണം. പിന്നെ അർജുൻ വിട്ട് കേട്ടാ, അർജുൻ ടിക്കറ്റ് ഫിനാലെ വിട്ട്. ഇനി അഭിഷേകിന് മാത്രമേ ചാൻസ് ഉള്ളൂ, അത് ഉറപ്പാണല്ലോ. അപ്പോൾ അർജുൻ ഇങ്ങനെ എടുത്ത് വെക്കുന്നു. നോറ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് 3 എണ്ണമൊക്കെ വെക്കുന്നുണ്ട്, പക്ഷെ അർജുൻ്റെ എല്ലാം വീണുപോയി. അങ്ങനെ നോറ 3 എണ്ണം 2 മിനിറ്റ് 11 സെക്കൻഡ്. അർജുൻ 0ആണ്. അർജുൻ്റെ ടൈം അർജുൻ ജയിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഋഷി നന്ദനെ വന്ന് നിൽക്കുന്നുണ്ട്. നന്ദന 2 മിനിറ്റ് 30 സെക്കൻഡിൽ 4 എണ്ണം, ഋഷി 2 മിനിറ്റ് 52 സെക്കൻഡിൽ 4 എണ്ണം. അത് കഴിഞ്ഞ് സിജോയ് സായി അവസാനം വെച്ച് എല്ലാം പോയി. സിജോ 4 മിനിറ്റ്. ഈ സായിയാണ് ആദ്യം വന്നിട്ട് ടാസ്ക് ഒക്കെ അറിയാമെന്ന് പറഞ്ഞു. എന്നിട്ട് സായിക്ക് ആദ്യം ഇറങ്ങിക്കൂടെ? ധൈര്യം കാണിക്കൂ മാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അഭിഷേകും ജിൻഡോയാണ്. 2 പേര് നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജിൻഡോയ്ക്ക് നല്ല വ്യത്യാസമുണ്ട്, ജാസ്മിനെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇന്നലത്തെ കാട്ടി നന്നായിട്ട് ശ്രീതുവും കളിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ 5 എണ്ണം വെച്ചു 2 മിനിറ്റ് 30 സെക്കൻഡിൽ. അഭിഷേക് 4 എണ്ണം വെച്ചു 55 സെക്കൻഡിൽ. ജാസ്മിൻ, ശ്രീതു 3 എണ്ണം വെച്ചു, പക്ഷെ വീണുപോയി. 2 മിനിറ്റ് 42 സെക്കൻഡിൽ. ജാസ്മിൻ 4 എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. 1 മിനിറ്റ് 12 സെക്കൻഡ്. 1 മിനിറ്റ് 12 സെക്കൻഡിൽ. അങ്ങനെ ജിൻഡോ 5 എണ്ണത്തിന് 3 പോയിന്റ് ജിൻഡോയ്ക്ക് കിട്ടുകയാണ്. അഭിഷേക്
4 വെച്ചുകൊണ്ട് 2 പോയിന്റ് കിട്ടുന്നു. ജാസ്മിൻ 3-ാം സ്ഥാനത്ത് 1 പോയിന്റ്. അങ്ങനെ ജാസ്മിൻ കയറി, സ്കോർ ബോർഡിൽ നിന്ന് കയറി. ജിൻഡോയും സ്കോർ ബോർഡിൽ കയറി. ഇനി മിക്കവാറും ജിൻഡോ ഒരു ടാസ്കും കൂടെ തേർഡ് വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അഭിഷേക് തന്നെയാണ് ലീഡ് ചെയ്യുന്നത്. കാര്യം അഭിഷേകിന് 2ാമത്തെ പൊസിഷനാണ്. സെക്കൻഡ് ഇത് കിട്ടി. അപ്പോൾ 2 പോയിന്റ് കിട്ടി. കുറേ ആൾക്കാർ ഈ ഗെയിം വിട്ട് കേട്ടാ, ഗെയിം വിട്ട്. കാര്യം കഴിഞ്ഞ സീസണിൽ 1, 2, 3 ഇങ്ങനെയായിരുന്നു മാർക്ക്. അവസാനം നിൽക്കുന്ന ആൾക്ക് 3 പോയിന്റ് പാപ്പച്ചേ, അവസാനം നിൽക്കുന്ന ആൾക്ക് 10 പോയിന്റ് ആയിരുന്നു. ഇതിപ്പോൾ പോയിന്റുകളില്ല, 1, 2 ഉള്ളൂ. അപ്പോൾ പിന്നെ കയറത്തേ ഇല്ല. അപ്പോൾ പിന്നെ നോക്കിയിട്ട് കാര്യവുമില്ല, നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 1, 2, 3 അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് പോയിന്റുകൾ കിട്ടും. ഇതിനകത്ത് പോയിന്റ് ഇല്ല, മറ്റവർക്കൊന്നും പോയിന്റ് ഇല്ല. ഈ 4-മതും 5-മതൊന്നും വരുന്ന ആൾക്കാർക്കൊന്നും പോയിന്റ് ഇല്ല. ആദ്യത്തെ 3 മാർക്കേ പോയിന്റ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവരൊക്കെ ബാക്കൗട്ട് അടിക്കുന്നു. ഭയങ്കര ബോറ്, ഒരു ആഗ്രഹവും ഇല്ല, ഒരു ഫയറും ഇല്ല, ഒന്നുമില്ല. എൻ്റെ പൊന്നോ, എനിക്ക് അറിഞ്ഞൂടാ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ. അവരുടെ ഫാൻസൊക്കെ കുത്തിയിരുന്ന് കാണുന്നുണ്ടാവും. സാധാരണ പ്രേക്ഷകർക്ക് എനിക്ക് തോന്നുന്നില്ല ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന്. ഫാൻസൊക്കെ കുത്തിയിരുന്ന് കാണുന്നുണ്ട്, അവർക്ക് പിന്നെ വേറെ ഇതില്ലല്ലോ, വേറെ വഴിയില്ല, കണ്ടേ പറ്റുള്ളൂ ഇരുന്നിട്ട്. പക്ഷേ എനിക്കറിഞ്ഞൂടാ, ഞാൻ ഫാനൊന്നും അല്ലല്ലോ, ഞാൻ പ്രേക്ഷകരെന്ന രീതിയിലാണ് ഞാൻ ഇരുന്ന് കാണുന്നത്. പക്ഷെ എനിക്ക് എൻ്റെ പൊന്നോ, പിന്നെ എൻ്റെ ജോലിയും കൂടിയാണ്. പക്ഷെ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യുന്നു. എന്തായാലും ശ്രീതു ജാസ്മിനും കയറിയിട്ടുണ്ട്, ജിൻഡോയും കയറിയിട്ടുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് ബലമൊന്നുമില്ല. കാര്യം ഒരാൾക്കേ ടിക്കറ്റ് കിട്ടും. അഭിഷേകിന് കിട്ടട്ടെ. പിന്നെ ഞാൻ പോളുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ റിസൾട്ടുമായിട്ടൊക്കെ ഞാൻ വരാം കേട്ടോ അടുത്ത വീഡിയോയിൽ. ഇപ്പോൾ ഇത് കിടക്കട്ടെ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.